താഴത്തെ പാസ്വേഡ് കൊടുക്കുക. ഇപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു, രജിസ്ട്രേഷൻ ചെയ്ത ഫോൺ നമ്പർ കൊടുക്കുകയാണ്. ഞാൻ കൊടുത്തിട്ടുള്ള പാസ്വേഡ് കൊടുക്കുകയാണ്. എന്നിട്ട് സൈൻ ചെയ്യാം. ഇപ്പൊ ഞാൻ അടിച്ചത് എന്ത് തെറ്റിയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. ഫോൺ നമ്പർ, രജിസ്ട്രേഷൻ ഫോൺ നമ്പർ കൊടുക്കുക. ഓക്കെ, പാസ്വേഡ് ഓക്കെ. അപ്പൊ അത് കറക്റ്റ് അല്ല, ജസ്റ്റ് ഞാനൊന്ന് നോക്കട്ടെ. എഴുപത് 344. ഓക്കെ. അപ്പൊ തീർച്ചയായിട്ടും നമ്മളെപ്പോഴും സ്ക്രീൻഷോട്ടിൽ എടുത്ത് വെച്ചത് നോക്കുക. ഞാൻ കൊടുത്ത പാസ്വേഡ് തെറ്റിയിട്ടുണ്ടായിരുന്നു, അപ്പൊ അത് കറക്റ്റ് ചെയ്യാം. 70 344. അമ്പത് 703. ഓക്കെ. ഈ പാസ്വേഡ് ഞാൻ കറക്റ്റ് ആയിട്ട് കൊടുക്കുകയാണ്. അപ്പൊ അത് സൈറ്റ് ഓപ്പൺ ആയി. ഇവിടെ ഡാഷ്ബോർഡിൽ ക്ലിക്ക് ചെയ്യാം. ഡാഷ്ബോർഡിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ 3 ലൈൻ കാണിക്കുന്നുണ്ടാകും. ആദ്യമേ ടച്ച് ചെയ്യാം. ഇവിടെ മൈ ബിസിനസ്സിൽ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ന്യൂ രജിസ്ട്രേഷൻ എന്ന് കാണാം. ന്യൂ രജിസ്ട്രേഷൻ അതിമ ക്ലിക്ക് ചെയ്യും. ഇവിടെ നമുക്ക് നമ്മുടെ കൂടെ ഉള്ളവരുടെ, നമ്മുടെ ഡയറക്റ്റ് വരുന്ന ആളുകളെ നമുക്ക് രജിസ്ട്രേഷൻ ചെയ്ത് കൊടുക്കാം. ഇപ്പൊ വേറൊരാളുടെ ആയതുകൊണ്ട് ഞാൻ ചെയ്ത് കൊടുക്കുകയാണ്, നിങ്ങൾ കണ്ടോളൂ. ഇപ്പൊ അർജുൻ, അതിനുശേഷം സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക, കേരള. അതിനുശേഷം അവരുടെ ഫോൺ നമ്പർ കൊടുക്കുക. അതിനുശേഷം മെയിൽ ഐ ഡി, നമ്മുടെ മെയിൽ ഐ ഡിനെ കൊടുക്കാം. പിന്നീട് വേണമെങ്കിൽ നമുക്ക് മാറ്റി ചെയ്യാനൊക്കെ പറ്റും, അതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള യൂസർ നെയിം ആണ് കൊടുക്കേണ്ടത്. അതിനുശേഷം നമുക്ക് 8 അക്ക പാസ്വേഡ് കൊടുക്കാം. അത് നമ്മുടെ ഫോൺ നമ്പറോ അതല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളത് എന്താണോ അത് കൊടുക്കാം. പിന്നീട് പാസ്വേഡ് ചേഞ്ച് ചെയ്യാനൊക്കെ ഓപ്ഷൻസ് ഉണ്ട്, ചെയ്യാവുന്നതാണ്. കൺഫേം പാസ്വേഡും കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, നമ്മുടെ സ്പീഡ് കൂടിയ പ്രശ്നമാണ് കേട്ടോ. ഓക്കെ, ഞാൻ ഒന്നും കൂടി ടൈപ്പ് ചെയ്യാണ്. അർജുൻ, സെലക്ട് സ്റ്റേറ്റ്, മൊബൈൽ നമ്പർ, അതിനുശേഷം ഇമെയിൽ ഐ ഡി, അതിനുശേഷം നമ്മുടെ യൂസർ നെയിം ഇഷ്ടമുള്ളത് കൊടുക്കാം. എട്ടക്ക പാസ്വേഡ് ആണ് കൊടുക്കേണ്ടത്. അതിനുശേഷം കൺഫേം പാസ്വേഡ് ആണ് കൊടുക്കേണ്ടത്.
അതിനുശേഷം നെക്സ്റ്റ്. എന്നിട്ട് ഇവിടെ കാണിക്കും ലെഫ്റ്റ് സൈഡിൽ ഒരു ചതുരം കാണാം, അതിന് ടച്ച് ചെയ്യാം. അപ്പൊ ബ്ലോട്ടിക്ക് വരും. എന്നിട്ട് രജിസ്റ്റർ ബട്ടൺ ക്ലിക്ക് ചെയ്യും. ഓക്കെ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കൊടുത്ത മെയിലിലേക്കും കൊടുത്ത ഫോൺ നമ്പറിലേക്കും OTP വരും. ഇപ്പൊ ഞാൻ എന്റെ മെയിൽ ID കൊടുത്തത് കൊണ്ട് ഇവിടെ മെയിലിൽ പോയിട്ട് നോക്കുകയാണ് OTP വന്നിട്ടുണ്ടോ എന്ന് നോക്കാം. അവർക്കും OTP പോയിട്ടുണ്ടാകും കേട്ടോ. ഓക്കെ, ഇവിടെ OTP വന്നിട്ടുണ്ട്. ഞാനത് കോപ്പി ചെയ്തു. എന്നിട്ട് ഇവിടെ OTP പേസ്റ്റ് ചെയ്തു, വെരിഫൈ. ഇത് വളരെ സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്തു, രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഈ വ്യക്തിയുടെ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യണം. അപ്പൊ എങ്ങനെയാണ് നമ്മുടെ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നത് നോക്കുക. നമ്മുടെ സേവ് കാർഡ് എടുക്കുക. സേവ് കാർഡിൽ ഇപ്പൊ രജിസ്ട്രേഷൻ ചെയ്ത ഫോൺ നമ്പറും പാസ്വേഡും കൊടുത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഓപ്പൺ ചെയ്യാം. നോക്കിക്കോളൂ, ഞാൻ കാർഡ് ഓപ്പൺ ചെയ്തു. ഇപ്പൊ രജിസ്ട്രേഷൻ ചെയ്ത ആളുടെ ഫോൺ നമ്പർ കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ രജിസ്റ്റർ ചെയ്യാൻ ഉപയോഗിച്ച പാസ്വേഡും കൊടുക്കുന്നു, ഓപ്പൺ ചെയ്യുന്നു. ഇപ്പൊ രജിസ്റ്റർ ചെയ്ത ആളുടെ പേരിവിടെ കാണിക്കുന്നുണ്ടാവും, കണ്ടോ മുകളില്, അർജുൻ. ഇപ്പൊ ഇവർക്ക് എന്ത് പ്രൊഡക്റ്റ് ആണോ വേണ്ടത് അത് വാങ്ങിക്കാം, സെലക്ട് ചെയ്യാം. ഓക്കെ, ഇതില് ഒരുപാട് പ്രൊഡക്റ്റുകൾ ഉണ്ട്. അവരുടെ കസ്റ്റമറുടെ താല്പര്യമാണ് ഏത് പ്രൊഡക്റ്റ് വേണം എന്നുള്ളത്. അപ്പൊ ഞാനിപ്പോ വാങ്ങിക്കാൻ പോണ പ്രൊഡക്റ്റ് ബട്ടർഫ്ലൈ പീപ്ലാന്റി വാങ്ങിക്കുകയാണ്. അപ്പൊ ഏത് പ്രൊഡക്റ്റ് ആണോ വേണ്ടത് അതിമ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ആ പ്രൊഡക്റ്റ് നമ്മൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആഡ് ടു കാർട്ട് എന്ന് കാണിക്കും ഏറ്റവും താഴത്ത്, അതിമ ക്ലിക്ക് ചെയ്യാം. ഇപ്പൊ നമുക്ക് പർച്ചേസ് പോയിന്റ് ഉള്ളത് കൊണ്ട് യെസ് ആഡ് ചെയ്യണം, ഓക്കെ കൊടുക്കുക. ഇപ്പൊ നമ്മുടെ കാർട്ടിൽ ആ പ്രൊഡക്റ്റ് ആഡ് ആയിട്ടുണ്ടാകും. റൈറ്റ് സൈഡില് മുകളിൽ നിങ്ങൾക്ക് കാണാം റെഡ് കളറിൽ 1 എന്ന് കാണിക്കുന്നുണ്ടാകും, അതിമ ടച്ച് ചെയ്യും. അപ്പൊ ഇവിടെ എന്തായിട്ടുണ്ട്, എമൗണ്ട് കാണിക്കുന്നുണ്ട് 310 രൂപ. ഇനി ചെക്ക്ഔട്ട് കൊടുക്കുക. ചെക്ക്ഔട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡെലിവറി അഡ്രസ്സ് ചോദിക്കും. അപ്പൊ അഡ്രസ് ആണ് അവിടെ കൊടുക്കേണ്ടത്. അതിന് ക്രിയേറ്റ് ന്യൂ എന്നുള്ള ബട്ടൺ ഇല്ലേ, അതിമ ക്ലിക്ക് ചെയ്യാം. ഇതിന് ഏറ്റവും മുകളിൽ ആഡ് ന്യൂ കാണാം, ആഡ് ന്യൂ ടച്ച് ചെയ്താൽ നമ്മൾ അഡ്രസ് കൊടുക്കേണ്ട ഭാഗം വരും. ഇപ്പൊ ഞാൻ അഡ്രസ് കൊടുക്കുകയാണ്. നിങ്ങളുടെ കറക്റ്റ് ഫോൺ നമ്പറും അതേപോലെ തന്നെ അഡ്രസ്സൊക്കെ കൊടുക്കുക. ഫോൺ നമ്പറും പിൻകോഡും ഒന്ന് കറക്റ്റ് കൊടുത്താൽ മതി. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കാതെ. പിൻകോഡ് ഓക്കെ, ഫുൾ ഡീറ്റെയിൽസ് കൊടുത്തതിന് ശേഷം സബ്മിറ്റ് കൊടുക്കുക. ഇപ്പൊ അതവിടെ വന്നിട്ടുണ്ടാകും. എന്നിട്ട് ബാക്കിൽ പോയാൽ നമുക്കിവിടെ ഏറ്റവും മുകളില് റൈറ്റ് സൈഡില് കാണാം കൺഫേം. ആ കൺഫേം ബട്ടൺ ക്ലിക്ക് ചെയ്യും. എന്നിട്ട് ഇതിൽ കാണിക്കുന്നതിൽ ഓൺലൈൻ പേയ്മെന്റ് സെലക്ട് ചെയ്യാം. ഓക്കെ, നമ്മുടെ പേയ്മെന്റ് ഗേറ്റ്വേ ഓപ്പൺ ആയി. ഇതിൽ നമുക്ക് നെറ്റ് ബാങ്കിങ്ങും ഡെബിറ്റ് കാർഡും ക്രെഡിറ്റ് കാർഡും ഒക്കെ യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ UPI സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മൊബൈലുള്ള ഗൂഗിൾ പേ, ഫോൺ പേ, പേടിഎം ഏതെല്ലാം നിങ്ങളുടെ മൊബൈലുണ്ടോ അതൊക്കെ ഓപ്പൺ ആകും. അതിൽ നിന്ന്
ഏതിലാണോ നമ്മൾ പേയ്മെന്റ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അത് സെലക്ട് ചെയ്യാം. ഇപ്പൊ ഞാൻ ഗൂഗിൾ പേ സെലക്ട് ചെയ്യുന്നു. അപ്പൊ ഏറ്റവും താഴത്ത് പേ കാണാം 310. ആ എമൗണ്ട് ക്ലിക്ക് ചെയ്യാം. ഇപ്പൊ നമ്മുടെ ഗൂഗിൾ പേ ഓപ്പൺ ആയിട്ടുണ്ടാകും. അത് നിങ്ങൾക്ക് എടുത്ത് കണ്ടോളുന്നില്ല. ഓക്കെ, ഇപ്പൊ ഞാൻ എന്റെ ഗൂഗിൾ പേ ഓപ്പൺ ചെയ്തതു. ഇപ്പൊ ഞാൻ എന്റെ അക്കൗണ്ടിൽ നിന്ന് 310 രൂപ അയച്ചു കൊടുത്തു. ഇപ്പൊ ഇവിടെ നിങ്ങൾക്ക് കാണാം ഓർഡർ സക്സസ്ഫുൾ മെസ്സേജ് വന്നു. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ ആയിട്ട് നമുക്കൊരു ലിങ്ക് കിട്ടുന്നു, അതിലേക്ക് നമ്മൾ രജിസ്റ്റർ ചെയ്ത് കൊടുക്കുന്നു.